കോൺഗ്രസ് നേതാവ് MK രാഘവനെതിരെയുള്ള 5 കോടി കോഴക്കേസിൽ കുരുക്കുമുറുകുന്നു. പോലീസ് അന്വേഷണം ഊർജിതം. കോഴിക്കോട് ACP വാഹിദും DCP ജമാലുദ്ദീനും അടക്കമുള്ള പോലീസ് സംഘം MK രാഘവന്റെ വസതിയിലെത്തി മൊഴിയെടുത്തു. നീതിന്യായ കോടതിയും ജനകീയ കോടതിയും തീരുമാനിക്കട്ടെയെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലെന്നും മൊഴി നൽകിയതിനു ശേഷം MK രാഘവൻ പ്രതികരിച്ചു. MK രാഘവന് പറയാനുള്ളത് രേഖപ്പെടുത്തിയെന്നും അത് അടിസ്ഥാനമാക്കി അന്വേഷണം തുടരുമെന്നും കോഴിക്കോട് ACP വാഹിദ്. ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുമോ എന്ന ചോദ്യത്തിന് തുടരന്വേഷണത്തിന്റെ ഭാഗമായി അത്തരം നടപടികൾ ഉണ്ടാകുമെന്നും ACPയുടെ മറുപടി. മൊഴി നിങ്ങൾ എടുത്തു, ചോദിക്കാനുള്ള ചോദിച്ചു, അദ്ദേഹത്തിന് മറുപടി തന്നു. തുടർന്നന്വേഷണം നടക്കും. അതൊന്നും പറയാൻ പറ്റില്ല. അന്വേഷണം ഞങ്ങൾ തുടരന്വേഷണം നടത്തും. ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെല്ലാം ശ്രമം നടത്തും. MK രാഘവന് പറയാനുള്ളത് രേഖപ്പെടുത്തിയെന്നും അത് അടിസ്ഥാനമാക്കി അന്വേഷണം തുടരുമെന്നും കോഴിക്കോട് ACP വാഹിദ് പറഞ്ഞിരിക്കുന്നു. ദൃശ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുമോ എന്ന ചോദ്യത്തിന് തുടരന്വേഷണത്തിന്റെ ഭാഗമായി അത്തരം നടപടികൾ ഉണ്ടാകുമെന്നും ACPയുടെ മറുപടി മാധ്യമപ്രവർത്തകർക്ക് നൽകിയിരിക്കുകയാണ്. മൊഴി കൊടുത്തു. അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം നടക്കട്ടെ. ഒന്നുമില്ല, ഞാനത് അന്വേഷണ ഘട്ടത്തിലാണ് പറഞ്ഞല്ലോ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം നടക്കട്ടെ. പിന്നെ ജനകീയ കോടതിയും തീരുമാനിക്കട്ടെ, നിയമ കോടതിയും തീരുമാനിക്കട്ടെ. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കേണ്ട മൊഴി കൊടുത്തു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജനകീയ കോടതിയിലും നീതിന്യായ കോടതിയിലാണ്. അത് അവിടെ നടക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ മൊഴി കൊടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥന് മൊഴി എടുത്തു. അന്വേഷണ ഘട്ടത്തിലാണ്. ഇനി ജനകീയ കോടതിയും അതുപോലെ തന്നെ നിയമ കോടതിയും തീരുമാനിക്കട്ടെ. യെസ്, ഓക്കെ. മൊഴിയെടുത്ത ശേഷമുള്ള MK രാഘവന്റെ പ്രതികരണമാണ് കേട്ടത്. ജനകീയ കോടതിയും നീതിന്യായ കോടതിയും തീരുമാനിക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റു വാർത്തയിലേക്ക്. 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് അടക്കം 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യാഴാഴ്ച നടക്കും. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെയും മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളും വ്യാഴാഴ്ച പോളിംഗ് ബൂത്തിലെത്തും. ബീഹാറിലെ 4, ഉത്തർപ്രദേശിലെ 5, ത്രിപുരയിലെ 1, മഹാരാഷ്ട്രയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങൾ എന്നിങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. അരുണാചൽ വെസ്റ്റിൽ നിന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു, ബീഹാറിലെ ജമോയിൽ നിന്നും രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ, തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്നും സംസ്ഥാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിത തുടങ്ങിയവരാണ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്ന പ്രമുഖർ. 185 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന നിസാമാബാദിൽ ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലോചിച്ചെങ്കിലും പിന്നീട് അത് മാറ്റി. EVM മെഷീനിൽ തന്നെയായിരിക്കും വോട്ടെടുപ്പെന്ന് കമ്മീഷൻ അറിയിച്ചു. ഇതിനായി കൂടുതൽ EVM യൂണിറ്റുകൾ തെലങ്കാനയിൽ എത്തിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് തലസ്ഥാനമായി അറിയപ്പെടുന്ന ഛത്തീസ്ഗഡിലെ ബസ്തർ മണ്ഡലത്തിലും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. പുൽവാമ സ്ഫോടനത്തിനു ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മുകാശ്മീരിലെ 2 മണ്ഡലങ്ങളായ ബാരാമുള്ള, ജമ്മു എന്നിവ ഉൾപ്പെടുന്നു. കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ സംസ്ഥാനത്തെങ്ങും ഒരുക്കി. ഇതുകൂടാതെ നിയമസഭാ കാലാവധി കഴിയുന്ന ആന്ധ്ര, അരുണാചൽ, സിക്കിം സംസ്ഥാനങ്ങളിലെ മുഴുവൻ നിയമസഭാ സീറ്റുകളിലേക്കും ഒഡീഷ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പും വ്യാഴാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പരസ്യ പ്രചാരണങ്ങൾ നാളെ വൈകുന്നേരം സമാപിക്കും. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാനഘട്ട പ്രചാരണ തിരക്കിലാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കണമെന്നുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. ഇതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമാകും. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നായിരിക്കെ 243 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ പത്രികകൾ വയനാട്ടിലാണ്, 22 എണ്ണം.
പത്തനംതിട്ട, കോട്ടയം, ആലത്തൂർ മണ്ഡലങ്ങളിൽ 7 വീതം പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് കേവലം 2 ആഴ്ച മാത്രം അവശേഷിക്കെ നാടിളക്കാൻ വിഐപികളും എത്തിത്തുടങ്ങും. നാടിന്റെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ വാഹന പര്യടനത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങൾ ദേശീയ നേതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതുയോഗങ്ങളിലേക്ക് 3 മുന്നണികളും കടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവർ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ പരിപാടികളിലാണ്. രാഹുൽ ഗാന്ധിയും AK ആന്റണിയും അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ UDF-നായി കളത്തിലിറങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 18-ന് തലസ്ഥാന നഗരിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വ്യവസായങ്ങളുടെ കുരുതിക്കളമാണ് രാഹുൽ ഗാന്ധിയുടെ അമേഠി. 500ഓളം ഇടത്തരം വൻ വ്യവസായശാലകളിൽ 380 വ്യവസായശാലകളും അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലും. കഴിഞ്ഞ 15 വർഷത്തിനിടെ ഒരു തവണ പോലും പ്രധാന വ്യവസായ മേഖലയായ ജഗദീഷ്പൂരിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്താൻ പോലും മനസ്സുകാട്ടിയില്ല. ലക്നൌ വാരണാസി ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമായി പരന്നുകിടക്കുകയാണ് ജഗദീഷ്പൂർ. അമേഠിയുടെ വ്യാവസായിക തലസ്ഥാനമെന്നാണ് ജഗദീഷ്പൂർ അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ന് ജഗദീഷ്പൂരിന്റെ പ്രതാപം അസ്തമിച്ചു. രാജീവ് ഗാന്ധിയുടെ കാലത്ത് നിന്ന് അമേഠിയുടെ കടിഞ്ഞാൺ രാഹുലിന്റെ കയ്യിലെത്തിയത് തൊട്ട് വ്യവസായ കേന്ദ്രങ്ങളിലെ സൈറൺ മുഴക്കം നിലച്ചു തുടങ്ങി. 2.5 പതിറ്റാണ്ട് മുൻപ് വരെ 500ഓളം വ്യവസായശാലകൾ ഉണ്ടായിരുന്നു അമേഠിയിൽ. ഇതിൽ 380 എണ്ണവും ഇന്ന് അടച്ചുപൂട്ടിക്കഴിഞ്ഞു. अराउंड 500 इंडस्ट्रीज रजिस्टर्ड थी यहाँ पे. आज हम देखें तो 80% इंडस्ट्रीज क्लोज हैं. വർഷങ്ങൾക്ക് മുൻപാണ് സ്വകാര്യ മേഖലയിലെ മാൾവിക സ്റ്റീൽ ഫാക്ടറി സെയിൽ ഏറ്റെടുത്തത്. അമേഠിയിലെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ മാൾവികയിൽ ഇപ്പോൾ ഉൽപാദനം നിലച്ചു കഴിഞ്ഞു. സമീപത്ത് പ്രവർത്തിക്കുന്ന ബെല്ലും മോശം സ്ഥിതിയിലാണ്. ഉഷ റെക്ടിഫയർ, ഹിന്ദുസ്ഥാൻ പേപ്പർ മിൽ, യൂണിച്ചർ ടെക്സ്റ്റൈൽസ്, ഗോണ്ടി സിമെന്റ്സ് ഇങ്ങനെ നീളുന്നു വിവിധ കാലയളവിൽ പൂട്ടിപ്പോയ സംരംഭങ്ങളുടെ എണ്ണം. എന്നിട്ടും 15 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ ദുരവസ്ഥ നേരിട്ട് കാണാനോ പരിഹരിക്കാനോ രാഹുൽ ഗാന്ധി ജഗദീഷ്പൂരിൽ എത്തിയില്ലെന്നതാണ് അത്ഭുതം. जैसा मैं देख रहा हूँ कि लास्ट 15 ईयर से राहुल गांधी आते तो हैं, एवरी ईयर एवरी 6 मंथ पे भी आते हैं, लेकिन जो यहाँ नेशनल हाईवे है उस नेशनल हाईवे से वो निकल जाते हैं. कभी उन्होंने इस एरिया में एंट्री ही नहीं किया. ഇതാണ് ആരിഫ് സിമെന്റ്സ് കമ്പനി. അടച്ചുപൂട്ടിയിട്ട് 10 വർഷം പിന്നിട്ടു. ഇവിടുത്തെ ജോലി പോയതോടെ ജീവിക്കാനായി വാച്ച്മാന്റെ ജോലി ചെയ്യുകയാണ് പഴയ എഞ്ചിൻ ഓപ്പറേറ്റർ വിശ്രാം. പണ്ട് വൈകുന്നേരങ്ങളിൽ ജഗദീഷ്പൂരിലെ ഫാക്ടറികളിലേക്കുള്ള റോഡുകളിൽ ജോലി കഴിഞ്ഞവരും അടുത്ത ഷിഫ്റ്റിന് കയറാനുള്ളവരും കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുമായിരുന്നു. ഇന്ന് പേരിന് മാത്രമാണ് ഈ വഴികളിലെ ആൾപ്പെരുമാറ്റം. നോട്ട് നിരോധനത്തിനും GSTക്കും മുൻപ് തന്നെ ജഗദീഷ്പൂരിലെ വ്യവസായങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിത്തുടങ്ങിയിരുന്നു. നോട്ട് നിരോധനവും GSTയും കൂടിയായതോടെ തകർച്ച സമ്പൂർണമായി. ജഗദീഷ്പൂരിൽ നിന്നും ക്യാമറാമാൻ അതുൽ CS-നൊപ്പം ശരത് കെ ശശി. കോഴിക്കോട് താനൂരിൽ PV അൻവറിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതിലേക്ക് രാജ്യത്തിന് പറ്റുന്നതല്ല എന്ന നിലപാടാണ് RSSനും സംഘപരിവാറിനുമുള്ളത്. പാർലമെന്ററി ജനാധിപത്യത്തെക്കുറിച്ച് അടുത്ത നാളിൽ RSS എങ്ങനെയാണ് കാണുന്നത് എന്നത് സംഘപരിവാർ നേതാവായ പാർലമെന്റ് അംഗം സാക്ഷി മഹാരാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കും, മോദി വീണ്ടും പ്രധാനമന്ത്രിയാവും. മോദി പ്രധാനമന്ത്രിയായാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാവില്ല. അപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് വേണ്ട, ഇത് അവസാനത്തെ തെരഞ്ഞെടുപ്പ്. ഇതാണ് RSSന്റെ മനസ്സിലിരിപ്പ്. ജനാധിപത്യത്തോട് അത്ര അസഹിഷ്ണുതയാണ് അവർ. ജനാധിപത്യത്തെ കടന്നാക്രമിക്കാൻ തയ്യാറായ ശക്തികൾ നേരത്തെയും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ജനാധിപത്യത്തിന് നേരെ കടുത്ത കടന്നാക്രമണം വരുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന
രാജ്യത്തെ മഹാഭൂരിപക്ഷം ബഹുജനങ്ങളുടെ ശക്തി എന്താണെന്നും അത്തരക്കാർ തിരിച്ചറിയുക. നേരത്തെ അത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ RSSും BJPയും ആ കരുത്ത് തിരിച്ചറിയാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉറപ്പു നൽകുന്നത് ഭരണഘടനയാണ്. ഈ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന ഭരണഘടന പിച്ച് ചീന്തണം എന്ന് പാർലമെന്റിനകത്തും പുറത്തും സംഘപരിവാർ നേതാക്കൾ പറയുന്നുണ്ട്. മതനിരപേക്ഷത തകർന്നാൽ രാജ്യത്ത് എന്താണ് സംഭവിക്കുക? ഇന്ത്യ മഹാരാജ്യം ഒട്ടേറെ മതങ്ങളുള്ള ഒരു രാജ്യമാണ്. നിരവധി ജാതികൾ, വിവിധ ഭാഷകൾ, വ്യത്യസ്തങ്ങളായ ഒട്ടേറെ സംസ്കാരങ്ങൾ, ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളുടെ ഒരു നിലവറ. ഇതിനെല്ലാം ഏകോപിതമായ രീതിയിൽ കോർത്തിണക്കി കൊണ്ടുപോകുന്നത് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷത വളരെ വിശാലമാണ്. ഏതൊരു ഇന്ത്യൻ പൗരനും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം. അതോടൊപ്പം തന്നെ പറയാണ്, ആർക്കെങ്കിലും ഒരു മതത്തിലും വിശ്വസിക്കാതെ ജീവിക്കണമെങ്കിൽ അങ്ങനെയുമാകാം. ഇത്തരമൊരു വിശാലതയാണ് മതനിരപേക്ഷത മുന്നോട്ട് വെക്കുന്നത്. ഈ വ്യത്യസ്ത വിഭാഗങ്ങളെ ആകെ ഒരു ചരടിൽ കോർത്തതുപോലെ കോർത്തിണക്കാൻ കഴിയുന്നത് മതനിരപേക്ഷതയുടെ പ്രത്യേകതയാണ്. അത് തകർന്നാൽ ഫലത്തിൽ രാജ്യം ശിഥിലമാവുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് രാജ്യത്തിലെ ജനങ്ങളാകെ, മഹാഭൂരിപക്ഷം ജനങ്ങൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നത്. മതനിരപേക്ഷത തകർക്കാൻ ശ്രമിക്കുന്ന BJPയെ പരാജയപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നത്. ഇനി BJP ജയിച്ചു വന്നുകൂടാ എന്നാഗ്രഹിക്കുന്നതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊരു ഭാഗം. വേറൊരു ഭാഗത്ത് ജനങ്ങളാകെ അസംതൃപ്തരാണ്. കടുത്ത ജനവിരുദ്ധ നടപടികളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് ദുരിതം അനുഭവിക്കേണ്ടി വരികയാണ് എല്ലാവരും. ദുരിതത്തിൽപ്പെടാത്ത ഒരാളെയും ഒരു കുടുംബത്തെയും സാധാരണക്കാരുടെ ഇടയിൽ കാണാൻ കഴിയില്ല. സാധാരണക്കാരാണ് രാജ്യത്തെ മഹാഭൂരിപക്ഷം. അത്തരമൊരു നില നേരിടേണ്ടി വരുന്ന മഹാഭൂരിപക്ഷം ജനങ്ങൾ ഇവരെ താഴെ ഇറക്കിയിട്ട് ഇനി മറ്റു കാര്യമുള്ളൂ എന്ന നിലപാടെടുക്കുക. ഇവിടെ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു 5 വർഷക്കാലം മാത്രമാണോ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് ഇത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നത്? അതായത് 2014 മോഡിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. 14 മുതൽ 19 വരെ ഉള്ള 5 വർഷക്കാലം മാത്രമാണോ
ജനങ്ങൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വന്നത്? അത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ 2014 തെരഞ്ഞെടുപ്പിനെ ഓർക്കുക. 2014 തെരഞ്ഞെടുപ്പ് അന്ന് അധികാരത്തിലുള്ള ഗവൺമെൻറ് 5 വർഷം പൂർത്തിയാക്കുമ്പോൾ നടന്നതായിരുന്നു. അന്ന് രാജ്യത്തെ സ്ഥിതി എന്തായിരുന്നു? ഇതേ സ്ഥിതി തന്നെയായിരുന്നു. പാവപ്പെട്ട എല്ലാവരും ദുരിതത്തിലായിരുന്നു. നമ്മുടെ രാജ്യത്തിലെ കർഷകർ വലിയ തോതിലുള്ള കർഷക ആത്മഹത്യ നടക്കുകയായിരുന്നു. ഇവിടെ തൊഴിലാളികളുടെ യോജിച്ച കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള യോജിച്ച പ്രക്ഷോഭം രാജ്യത്താകെ നടക്കുകയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലക്കാനുള്ള നടപടി, ഓഹരി വിറ്റഴിക്കുന്ന നടപടി, ഇതെല്ലാം ആ കാലത്തായിരുന്നു ആരംഭിച്ചത്. രാജ്യ താൽപ്പര്യത്തിനെതിരായ ഒട്ടേറെ കാര്യങ്ങളായിരുന്നു ആ ഘട്ടത്തിൽ അന്നത്തെ ആ ഗവൺമെൻറ് നിർവഹിച്ചത്. വിവിധ ജനവിഭാഗങ്ങളുടെ പ്രക്ഷോഭം അതിനെതിരെ ഉയർന്നു വന്നു. അപ്പോൾ ഈ ശാപം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ജനങ്ങളായി നമ്മുടെ രാജ്യത്ത്. ഇതായിരുന്നു 2014 തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ. ആ തെരഞ്ഞെടുപ്പിൽ വലിയ അസംതൃപ്തിയിൽ കഴിയുന്ന ജനങ്ങൾ ആ അസംതൃപ്തി മുതലാക്കാൻ BJP ശ്രമിച്ചു. BJP ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്കൊരവസരം നൽകൂ. കൃഷിക്കാർ, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ, വലിയ കർഷക പ്രതിസന്ധി. കൃഷിക്കാരോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചെലവും അതിൻ്റെ പകുതിയും കൂട്ടിച്ചേർത്തുള്ള സംഖ്യ താങ്ങുവരിയായി തരും. പലവിധ വാഗ്ദാനങ്ങൾ പലർക്ക്. ഇവിടെ കള്ളപ്പണം, രാജ്യത്തുള്ള കള്ളപ്പണം കോൺഗ്രസ്സുകാർ പിടിക്കുന്നില്ല. കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു. അധികാരത്തിൽ വന്ന ഉടനെ ഞങ്ങൾ കള്ളപ്പണം പിടിക്കും. കള്ളപ്പണം പിടിക്കുക മാത്രമല്ല, ഓരോ ആളുടെയും അക്കൗണ്ടിൽ 15 ലക്ഷത്തിൻ്റെ വർധനവ് വരും. ഇങ്ങനെ എന്തൊക്കെ വാഗ്ദാനങ്ങൾ! എന്തൊക്കെ മാറ്റം ഉണ്ടായോ? ഭരണത്തിൽ മാറ്റം വന്നു. കോൺഗ്രസ് പോയി, BJP വന്നു. ഇവിടെ ജനങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ദുരിതക്കയത്തിൽപ്പെട്ടവർക്ക് കരകയറാൻ പറ്റിയോ? ദുരിതം തുറന്നല്ലോ. എന്താണോ 2014 ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥിതി, അതേ നില പിന്നെയും തുറന്നല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു ഗവൺമെൻറ് ചെയ്ത തെറ്റായ ചെയ്തികൾക്കെതിരെ കടുത്ത ജനവികാരം, അതിൻ്റെ മേലെ ഗവൺമെൻറ് മാറുന്നു, പുതിയ ഗവൺമെൻറ് വരുന്നു. പക്ഷേ ജനങ്ങൾ പണ്ടെത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വന്നോ അതിനേക്കാളും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ഇതല്ലേ ഉണ്ടായത്? ഇതല്ലേ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥ? എന്തുകൊണ്ട് ഈ 10 വർഷം, 2009 മുതൽ 2019 വരെയുള്ള 10 വർഷക്കാലം ഒരു മാറ്റവും ജനങ്ങളുടെ ദുരിതത്തിലില്ലാതിരുന്നത്? അങ്ങനെ പരിശോധിച്ചാലാണ് നമുക്കൊരു കാര്യം കാണാൻ കഴിയുക. ഇവിടെ ഭരണം മാറിയെന്നത് ശരിയാണ്. ആ ഭരണമാറ്റം പേരിലാണ്, നയത്തിലൊരു മാറ്റവും ഇല്ല.
കോൺഗ്രസ് അംഗീകരിച്ച് നടപ്പാക്കിയ നയം നവ ഉദാരവൽക്കരണ നയമായിരുന്നു. ബി ജെ പിക്ക് ആ നയത്തോട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷവും ഇതേ നവ ഉദാരവൽക്കരണ നയമാണ് നടപ്പാക്കിയത്. നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത എന്താ? അത് കൃഷിക്കാർക്കെതിരാണ്, തൊഴിലാളിക്കെതിരാണ്, അധ്വാനിക്കുന്നവർക്കെതിരാണ്. അത് അനുകൂലമായിട്ടുള്ളത് കോർപ്പറേറ്റുകൾക്കാണ്, അതിസമ്പന്നർക്കാണ്. ഈ കാര്യങ്ങളിലെല്ലാം കോൺഗ്രസും ബി ജെ പിയും ഒരേ നിലപാടിൽ നിൽക്കുന്നു. പിന്നെ എങ്ങനെ മാറ്റമുണ്ടാവും? അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഈ പറയുന്ന കേവലമായൊരു ഭരണമാറ്റമല്ല. ഒരു കാര്യം ഉറപ്പ്, നരേന്ദ്രമോദി ഗവൺമെൻറ് താഴെ ഇറങ്ങണം. ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ല. ബി ജെ പിയെ പരാജയപ്പെടുത്തണം. പക്ഷേ പകരം വരേണ്ടത് നമ്മുടെ രാജ്യത്തിലെ ബദൽ നയം നടപ്പാക്കാൻ തയ്യാറുള്ള ഒരു മതനിരപേക്ഷ സർക്കാരാവണം. ഇത് വളരെ പ്രധാനമാണ്. ബദൽ നയം നടപ്പാക്കിയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന്, രാജ്യത്തെ പാവപ്പെട്ടവർക്ക്, രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക് ഗുണമുണ്ടാവും. ഇവിടെ ബദൽ നയം നടപ്പാക്കുന്ന ഒരു നില നോക്കിയാൽ ഇന്ന് രാജ്യത്ത് വേറെ ഉദാഹരണമൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല. നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ഉദാഹരണം തന്നെയാണ് കാണിക്കാനാവുക. കേരളത്തിൽ 2011 മുതൽ 16 വരെ UDF ഗവൺമെൻറ് ആയിരുന്നല്ലോ. UDF സർക്കാർ 5 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ ആദ്യത്തെ 3 വർഷം 11 മുതൽ 14 വരെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആയിരുന്നു കേന്ദ്രത്തിൽ. അവസാനത്തെ 2 വർഷം 14 മുതൽ 16 വരെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്. ഈ 3 ഗവൺമെൻറ്റുകളും നവ ഉദാരവൽക്കരണ നയം അംഗീകരിക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ UDF ഗവൺമെൻറ്റിന് മൻമോഹൻ സിംഗും നരേന്ദ്രമോദിയെ നടപ്പാക്കിയ നവ ഉദാരവൽക്കരണ നയത്തോട് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല. അപ്പം അതാണിവിടെ ശക്തമായി നടപ്പാക്കിയത്. അത് നടപ്പാക്കിയതിൻ്റെ കെടുതി അനുഭവിച്ചവരാണ് നമ്മൾ. വളരെ കാലം മുൻപേക്കൊന്നും നമ്മുടെ ആലോചന പോകേണ്ടതില്ലല്ലോ. നമ്മളെല്ലാവരും മറക്കാനൊന്നും വഴിയില്ല. 2016 3 വർഷം മുൻപുള്ള കേരളം, നമ്മൾ എന്തായിരുന്നു അന്ന് ചിന്തിച്ചത് എന്നിപ്പോൾ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. ഇതിലൊരു ഭാഗം കേരളത്തിൽ വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്നവരെല്ലാം അപമാനിതമായൊരു ഘട്ടം, ഈ നാട്ടിലായല്ലോ ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് പോയ ഘട്ടം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ സംസ്ഥാനമായി കേരളം മാറി. ഇന്ത്യയിൽ അഴിമതിയിൽ 1-ാം സ്ഥാനം കേരളത്തിന്. ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. ഇപ്പോൾ 3 വർഷമാകുന്നു.
എന്താ നില? ഇന്ത്യ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം എന്ന് രാജ്യവും വിവിധ ഏജൻസികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇതാണ് ബദൽ നയത്തിൻ്റെ പ്രത്യേകത. വേറൊരു ഭാഗം, നമ്മുടെ സംസ്ഥാനം അന്ന് UDF ഗവൺമെൻറ് അവസാന കാലം പല വീടുകളിലും TV ഓൺ ചെയ്യില്ല. സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ ന്യൂസ് കേൾക്കാനെങ്കിലും TV ഓൺ ചെയ്യുമല്ലോ. TV ഓൺ ചെയ്യില്ല. എന്താ കാരണം? നമ്മുടെ നാട്ടിൽ പ്രചരിച്ച ആ ഘട്ടത്തിലെ ജീർണത, അതിൻ്റേതായ നാറ്റം, കുടുംബത്തോടെ ഇരുന്ന് TV കാണാൻ പറ്റാത്ത അവസ്ഥ, കുട്ടികളൊന്നും കണ്ടേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ, ഇതൊഴിവാക്കാനാണ് TV ഓൺ ചെയ്യേണ്ടതില്ല എന്ന് വെച്ച്. ആ കാലം കഴിഞ്ഞു. LDF 2016 അധികാരത്തിൽ വന്നു. ഈ 3 വർഷം ജീർണതയുടെ നേരിയൊരംശമെങ്കിലും ഏതെങ്കിലും ഒരു കോണിലൂടെ വമിക്കുന്നത് നമുക്ക് അനുഭവപ്പെട്ടോ? അതാണ് വ്യത്യാസം. ഉയർന്ന രാഷ്ട്രീയ സംസ്കാരം ബദലായി കേരളത്തിൽ നടപ്പാക്കാൻ LDF ശ്രമിച്ചു. ഇത് സാധാരണ നിലക്ക് നമ്മളെല്ലാവരും അനുഭവിച്ചൊരു കാര്യം. ഇനി ഭരണ നടപടികളിലേക്ക് കടന്നാൽ കേരളത്തിൽ എല്ലാവരും ഒരുതരം ശാപം ചൊരിയുന്ന ഘട്ടമായിരുന്നു UDFൻ്റെ അവസാന കാലം. ആളുകൾ പരസ്പരം പറയുന്ന നില, ഇവിടെയൊന്നും നടക്കില്ല, ഒന്നും നടത്താൻ അനുവദിക്കില്ല, നമ്മുടെ നാട് ഇങ്ങനെയായിപ്പോയി, ഇതിൽ നിന്ന് മോചനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇങ്ങനെ പോകും. ഇതെല്ലാം ഒരു ശാപവാക്കുകൾ പോലെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അത്ര നിരാശയിലായിരുന്നു. ഇപ്പോഴോ ആ നിരാശ പോയി, നല്ല പ്രത്യാശ വന്നു. ഇത് രണ്ടും അനുഭവത്തിലാണ്. നിരാശയുണ്ടായതും അനുഭവത്തിൽ, പ്രത്യാശ ഉയർന്നതും അനുഭവത്തിൽ. നേരത്തെ ഇവിടെ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ ഈ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നടപ്പാകും എന്ന ധാരണ എല്ലാവർക്കും ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നാഷണൽ ഹൈവേ വികസനം. അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്നായിരുന്നു നാട്ടുകാരുടെ ചിന്ത. ഇപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പകരം അത് നടക്കും, സമയബന്ധിതമായി പൂർത്തിയാകും എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ജലപാത കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. കോവളത്ത് തുടങ്ങി കാസർഗോഡ് ബേക്കലിൽ അവസാനിക്കുക. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പോഴോ അടുത്ത വർഷം 2020 കാസർഗോഡ് നിന്ന് ബേക്കൽ വരെ 600 കിലോമീറ്റർ ഒരാൾക്ക് ബോട്ടിൽ സഞ്ചരിക്കാം. കാരണം ഈ ജലപാത പൂർത്തിയാകും. ഇതാണ് മാറ്റം. കേരളത്തിലെ 2 ഭാഗം, ഒന്ന് തീരദേശം, മറ്റൊന്ന് മലയോരം. ഈ 2 ഭാഗത്തും ഓരോ ഹൈവേകൾ വരുന്നു. അതിന് രണ്ടിനും കൂടി
10,000 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നു സമയബന്ധിതമായി പൂർത്തിയാക്കാൻ. ഇതൊക്കെ കേരളത്തിൽ ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുന്നതായിരുന്നോ? ഇത്തരം ഒരു മാറ്റം ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇവിടെ നേരത്തെ തന്നെ LDF ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഏത് രീതിയിലുള്ള വികസനമാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതല സ്പർശിയായ സമഗ്ര വികസനം. എന്താ അതിൻ്റെ അർത്ഥം? ഒരു പ്രദേശവും അതിൽ തൊഴിഞ്ഞു പോകില്ല, ഒരു ജനവിഭാഗവും അതിൽ തൊഴിഞ്ഞു പോകില്ല, എല്ലാവരും അതിൻ്റെ ഭാഗമായിരിക്കും. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയോ? ഇവിടെ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം. ഇതിന് തുടർച്ചയായി നടന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് മുഴുവനായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ പ്രാവർത്തികമാകൽ മാത്രമല്ല, ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ ഗെയിലുകാർ ഇട്ടേച്ച് പോയതാണല്ലോ. അതല്ലേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നാടിന് സമർപ്പിക്കാൻ പോകുന്നത്? കൂടംകുളം പവർ ലൈൻ 400 kV ലൈൻ ഇങ്ങോട്ട് വരുന്നതാണ്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചതാണ്. നമുക്ക് വൈദ്യുതി ആവശ്യമുണ്ട്, പക്ഷേ വൈദ്യുതി കൊണ്ടുവരാൻ പറ്റില്ല, ലൈനില്ല, തടസ്സം. ഇപ്പോഴോ തടസ്സം നീങ്ങി. ഇനിയൊരു ടവറാണ് ബാക്കിയായത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ വീഴ്ച കൊണ്ടല്ല. അക്കാര്യത്തിലൊരു സ്റ്റേ ഉണ്ടായി. സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള കേസ് കോടതിയുടെ മുൻപാകെയാണ്. കേസിൻ്റെ വാദമൊക്കെ കഴിഞ്ഞു, വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ഏത് ദിവസവും വിധി വരാം. അതോടെ ആ തടസ്സവും നീങ്ങും, ആ ലൈൻ പൂർത്തിയാവും. ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി നാം പ്രഖ്യാപിച്ച 4 മിഷനുകൾ. ഒന്നിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ പറ്റിയാണ്. പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം വല്ലാത്ത മനോവേദന ഉണ്ടാക്കിയൊരു കാര്യമുണ്ടായിരുന്നു. വർഷം തോറും കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇത് ചിലപ്പോൾ സ്കൂൾ അടച്ചുപൂട്ടുന്നിടത്തെത്തിക്കുന്നു. വലിയ മനോവേദന പൊതുവിൽ ആളുകളിലുണ്ടായി. LDF സർക്കാർ വന്ന് ഈ മിഷൻ പ്രഖ്യാപിച്ചു. അതിനുശേഷം 2 വിദ്യാഭ്യാസ വർഷാരംഭമാണ് നടന്നത്. ഈ 2 വിദ്യാഭ്യാസ വർഷാരംഭത്തിലും കൂടി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ സംഭവിച്ചെന്താ? അതേവരെ എണ്ണം കുറയായിരുന്നുവെങ്കിൽ ഈ 2 വർഷത്തെ അനുഭവം 3,41,000 കുട്ടികൾ പുതുതായി മറ്റ് സ്കൂളുകളിലുള്ളവർ അവിടുന്ന് വിട്ട് ഈ സ്കൂളുകളിൽ വന്നു ചേർന്നു. ഇതാണ് മാറ്റം. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം. താനൂരിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക് തന്നെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.